ഷോപ്പിൽ നിന്നും പല തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് അതായത് ബോഡി ക്രീംസ് ഒക്കെ തന്നെ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് ഒരു വ്യത്യാസവും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല, സ്കിന്ന് മോയ്സ്ചറൈസ് ആകുന്നില്ല, ഒന്നും ഗ്ലോ വരുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കിന്നൊന്ന് നിറം വയ്ക്കാനും അതുപോലെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അറിയാനും പറ്റുന്ന രീതിയിൽ നമ്മുടെ മോയ്സ്ചറൈസറിനെ എങ്ങനെയാണൊന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കുന്നത്, DIY ആയിട്ടൊരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിൻ കൺസേണിന് അനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ഫസ്റ്റ് തന്നെ ഞാനിതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ എത്ര തന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്തിട്ട് ബോഡി ലോഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല അടിപൊളി ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുന്നത്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ കുറച്ച് വാട്ടറി ആയിട്ടോ ഒന്നും അല്ല. നമ്മൾ എങ്ങനെയാണോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബോഡി ക്രീം ഉണ്ടാവുന്നത്, ബോഡി ലോഷൻ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലൊരു കണ്ടെയ്നറിലാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം ഒരു കണ്ടെയ്നർ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു കണ്ടെയ്നർ ഒപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ വാങ്ങുന്ന ടബ് ഉണ്ടല്ലോ അതിൽ തന്നെ ചെയ്യാം. പക്ഷേ ഒരു ടബ്, ചെറിയൊരു ടബ് ആകുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്തിട്ട് കൺസേണിനനുസരിച്ച് മാറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ടെക്സ്ചറൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, കൈവച്ചും എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നമുക്ക് സ്കിന്നിൽ ഒട്ടും ഹെവി അല്ലാത്ത ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ബേസ് ആയിട്ട് എടുത്ത ക്രീം കുറച്ച് തിക്കാണ്, അതുകൊണ്ട് തന്നെ എനിക്കതൊന്ന് ലൈറ്റാക്കി എടുക്കണമായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്രീം കുറച്ച് ലൈറ്റ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല, നമുക്ക് അതിനൊന്ന് തിക്കാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു മോയ്സ്ചറൈസർ എടുക്കുന്നുണ്ട്, അതായത് ബോഡി ലോഷനാണത്. അപ്പോൾ അത് ഞാനിങ്ങനെ എൻ്റെ ആവശ്യത്തിന് പുതിയൊരു ടബിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ബേസ് ക്രീം എടുക്കുക, എന്നിട്ട് നമുക്കിതുപോലെ നമ്മുടെ കൺസേണിനനുസരിച്ച് സ്കിന്നൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനും സ്കിന്ന് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടാനും എക്സ്ട്രാ ഒരു ഹൈഡ്രേഷൻ, നറിഷ്മെൻറ്റ്, ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് എങ്ങനെയാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സോ ബേസ് ക്രീം നിങ്ങൾക്ക് തിന്നായിട്ടുള്ള ഭയങ്കര വെള്ളം പോലെ ഇരിക്കുന്ന ലോഷനാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അതൊന്ന് വാങ്ങുക. എന്നിട്ട് നമുക്കതിനെ ഒരു പ്രീമിയം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ബോഡി ക്രീമാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ക്രീം എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുങ്കുമാതി തൈലമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്കിതിനോടൊപ്പം ഗ്ലിസറിൻ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കുങ്കുമാതി തൈലമാണ് ഏറ്റവും നല്ലത്. സോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോട്ടയ്ക്കലിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കുങ്കുമാതി തൈലം യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ നോക്കുമ്പം എനിക്ക് കോട്ടയ്ക്കലിൻ്റെ കുങ്കുമാതി തൈലം ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കുന്നത്. ഞാൻ ലിങ്ക് പറ്റുന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെത് മേടിച്ച് യൂസ് ചെയ്യുക. അപ്പം ഡ്രോപ്സ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത്രയൊരു ക്വാണ്ടിറ്റിക്ക് ഞാനൊരു 5-6 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഫുൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എൻ്റെ ക്രീം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ക്രീം നന്നായിട്ട് തിക്കാണ്. അപ്പോൾ എനിക്ക് ഇത്രയും തിക്കായിട്ടുള്ള ബോഡി ലോഷൻ വേണ്ട. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. ഒരിച്ചിരി റോസ് വാട്ടർ സ്പൂണിലാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ നമ്മുടെ ഒരു തിക്നെസ് എത്രയാണോ കുറയ്ക്കേണ്ടത് അതിനനുസരിച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾ എടുക്കുന്ന ബോഡി ലോഷൻ തിന്നാണെങ്കിൽ, ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. മോയ്സ്ചറൈസേഷൻ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. 2 വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഈ ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ 2 അല്ലെങ്കിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക. അങ്ങനെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുത്ത് അതിനെ കുറച്ചൊന്ന് തിക്കായിട്ട് ആക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് ആ ടെക്സ്ചറാണ് പ്രോബ്ലം, നിങ്ങൾക്ക് ആ ടെക്സ്ചർ ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആണ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ടാൽക്കം പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്രയും നല്ലത്. ഒരു ഇച്ചിരി മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ബേസ് ക്രീമിന് നിങ്ങൾക്ക് ഏത് ക്രീം എടുക്കണം എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേബി ലോഷൻസ് ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻസ്, അത് യൂസ് ചെയ്യാം. അത് ഭയങ്കര നല്ലതാണ്, ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും സെറ്റാകും. സോ
കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നതും കൂടെ ആണല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ജെൻറ്റിലായിരിക്കും, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഒക്കെ തന്നെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. സോ ഞാനിവിടെ ഒരു ഇയർബഡ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കാര്യം വലിയ സ്പൂണൊക്കെ ഇട്ട് മിക്സ് ചെയ്താൽ പിന്നെ സ്പൂണിനേ വരുള്ളൂ. സോ ഒരു കുഞ്ഞ് ഐറ്റം വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. സോ ഞാനൊരു ഇയർബഡ് എടുത്ത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, നമ്മുടെ സ്കിന്ന് ഒന്ന് ഗ്ലോ ആകാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് നിറം വയ്ക്കും കേട്ടോ. നമുക്ക് സൺ ടാൻ ഏറ്റിട്ട് വെയിലേറ്റ കരിവാളിപ്പ് കാരണമാണ് നമ്മുടെ നിറം കയ്യിലും കാലിലുമുള്ള നിറം മങ്ങിപ്പോയതെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് സൂപ്പർ റെജുവിനേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കാര്യം നമ്മളിതിൽ കുങ്കുമാതി തൈലം ചേർത്തിട്ടുണ്ട്. എനിക്ക് കുങ്കുമാതി തൈലം ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് ഭയങ്കര ഓയിലിയാണ്, ബ്രേക്ക് ഔട്ട്സും പിമ്പിൾസും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാനത് തൊടിക്കാറേ ഇല്ല എൻ്റെ മുഖത്ത്. ബട്ട് എൻ്റെ ഈ ബോഡി ലോഷൻസിലൊക്കെ തന്നെ ഞാൻ ഉറപ്പായും യൂസ് ചെയ്യുന്ന സംഭവമാണിത്. അപ്പോൾ നിങ്ങൾക്കത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിസറിൻ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. രണ്ടും പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ രണ്ടും ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ സ്കിന്നൊന്ന് നറിഷ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ കുങ്കുമാതി തലത്തിന് അത്ര ഫാസ്റ്റ് റിസൾട്ട് കിട്ടില്ല കേട്ടോ, കുറച്ച് ടൈം എടുക്കും. എന്നാലും നമുക്ക് കിട്ടുന്നതല്ലേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരും കേട്ടോ. നിങ്ങൾ ഒറ്റ തവണ ഇങ്ങനെ ഒന്ന് ബോഡി ലോഷൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കിട്ടുന്ന എല്ലാ ബോഡി ലോഷൻസും വാങ്ങുന്നത് ലൈഫ് ലോങ് ഈ ഒരു രീതിക്കേ ചെയ്യുള്ളൂ. കാര്യം അത്രമാത്രം ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് തരുന്നതാണ്. കുങ്കുമാതി തൈലം ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മൾ മേടിച്ച് വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് യൂസ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. കാര്യം അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി യൂസ് ചെയ്താലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഒരുപാട് വാരി ഇടുമ്പോഴേക്കും നമുക്ക് ഒട്ടും തന്നെ നല്ലതല്ല, സ്കിന്നിൽ കൂടുതലും മോശമാവത്തേ ഉള്ളൂ. സോ ഏറ്റവും 1-2 ഡ്രോപ്പ് മാത്രം നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാനായിട്ട് 1-2 ഡ്രോപ്പ് മതി. കാര്യം നമ്മളൊരു ക്യാരിയർ വെച്ചിട്ട് ബോഡി ലോഷനോ അല്ലെങ്കിൽ ഓയിലോ വെച്ചിട്ട് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോഴാണ് ശരിക്കും നമുക്ക് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അത്രയും നമ്മുടെ സ്കിന്നിന് ഗ്ലോ ഉണ്ടാവും. സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഗ്ലിസറിനും യൂസ് ചെയ്യാവുന്നതാണ്. അത് വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്, എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ഞാൻ ലിങ്കൊക്കെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഗ്ലിസറിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് പറ്റും. ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആണ്. ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ നമുക്ക് പിന്നെ എത്ര നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നറിയാമോ, അത്രയും നമുക്ക് ഡ്യൂറബിൾ ആണ് ഒരു ബോട്ടിൽ തന്നെ മേടിച്ചാൽ. സോ നമ്മുടെ DIY മോയ്സ്ചറൈസർ, ബോഡി ക്രീം, ബോഡി ലോഷൻ എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനെ നമ്മുടെ ബോഡി ലോഷൻ റെഡി ആയിട്ടുണ്ട്. സോ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, പറ്റുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പറ്റുമ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾ പോയിട്ട് വാങ്ങണം എന്നില്ല, നിങ്ങൾക്ക് എന്താണോ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വാങ്ങുക. ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് തരുന്നത് എല്ലാവർക്കും ഒരേ സാഹചര്യം ആയിരിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ്. സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൈയൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങും, സ്വർണ്ണം പോലെ തിളങ്ങും, അത്രയും റിസൾട്ട് തരുന്നതാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്, കണ്ടു നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.